ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഉമ്മ വന്നിട്ട് തങ്ങളോട് ഞാനും തങ്ങളിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പം അമ്മ അവിടെ ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്താണ് വരുന്നത്, എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം അമ്മ ഒന്നോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, 1 കിലോമീറ്റർ അപ്പുറത്ത് വേറെ സെൻറ്റർ തുടങ്ങി. ട്രെയിൻ വരുന്ന സമയത്ത് ആസാമിൽ എത്തിയപ്പോൾ ഒരുപാട് വീടുകളൊക്കെ കോലം മാറി തുടങ്ങി. ഷീറ്റിട്ട വീടുകളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കട്ടെ, കാരണം മുഴുവൻ ഷീറ്റിട്ട വീടുകളാണ്. ആകെ ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ തീരെ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലമായിരിക്കും. അതായത് കേരളത്തിൽ എത്ര മുസ്ലിങ്ങളുണ്ട് അത്രത്തോളം മുസ്ലിങ്ങളുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അത്രത്തോളം പൊട്ടൻഷ്യൽ അവിടെ വേണം. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ പൊളിറ്റിക്കൽ സാഹചര്യമോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള മറ്റുള്ള അവസ്ഥകളനുസരിച്ച് മുസ്ലിംസ് അത്രത്തോളം ഉയരാൻ കഴിഞ്ഞില്ല. ഈ കൂട്ടത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്ന, നോക്കിയിട്ട് ഫാത്തി ഓതാൻ അറിയുന്ന എത്ര പേരുണ്ട് വെച്ചപ്പോൾ അന്ന് വെറും കൈവയ്ക്കിയത് 5-6 പേരാണ് ആ 70 ആളിൽ. അപ്പം അന്ന് നമ്മൾ ഓരോട് പറയുകയാണ് നിങ്ങൾക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടി സെൻറ്റർ തുറന്നതാന്ന് പറയുമ്പോൾ അന്ന് അവർ മുഖത്ത് കണ്ടിരുന്ന സന്തോഷം. കാരണം അവർക്ക് റൂം വേറില്ല, ക്ലാസ് റൂം വേറില്ല, ഓഫീസ് വേറില്ല, ഡൈനിങ് ഹാൾ വേറില്ല, ഒക്കെ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ആ ഒരു പരിമിതമായ സൗകര്യത്തിൽ അതിനുള്ള കുട്ടികളുള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നപ്പോൾ അവർക്ക് വേറൊരു ലോകത്തോട്ട് കൊണ്ടുപോയ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്തത്. അയാൾ വന്നിട്ട് എന്താ പറയുക, നമ്മളെ കുറിച്ചാണ് ഫത്വ പറക്കാൻ തുടങ്ങി. ഒരു മുനാഫിക്കാണ്, ഖാദിയാനികളാണ്, ക്രിസ്ത്യാനികളാണ്, എന്തൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ഓരോ ആളുകളും തരുന്ന 500 രൂപ 100 രൂപയാണ് ഈ സംവിധാനങ്ങളുടെ വിജയം എന്ന് പറയുന്നത്.